അതിരടി. അങ്ങനെ അതിരടി റിലീസ് ചെയ്തു. ഞാൻ ഏറെ കാത്തിരുന്നൊരു പടമാണ് ശരിക്കും അതിരടി. കാരണം തല്ലുമാലൊക്കെ തിയേറ്ററിൽ പണ്ടുപോയൊരു എക്സ്പീരിയൻസിൽ ആ ഒരു എക്സ്പീരിയൻസിൽ കിട്ടും എന്നൊരു എക്സ്പെക്റ്റേഷനിൽ ഞാൻ കാത്തിരുന്നൊരു പടമായിരുന്നേ. പടം വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയില്ല. തികച്ചും ഒരു ക്യാമ്പസ് ചിത്രം. അതിൽ എടുത്തു പറയേണ്ട ബേസിലിൻ്റെ അഭിനയം, കാസ്റ്റിംഗ് മേ ബി ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടായി ഇങ്ങേർക്ക് പകരം വേറെ ആൾക്കാരെ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്നാലും ബേസിൽ ഉള്ളതുകൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ടോവിനോ തോമസും ഗംഭീരാക്കിയിട്ടുണ്ട്. ഈ പടം ആകെ ഒരു നെഗറ്റീവ്, നമ്മളിപ്പോൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടായിരിക്കില്ല. ആ ആളുകളുടെ ഇടയിൽ, അതായത് ഒരു യങ്, ഒരു ഇതിൽ ജെൻസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലൊരു 15 to 25 ഏജിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. പടത്തിലെ കുറേ വളുപ്പുകളും ചളിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ആ പടത്തിന് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണെന്ന് എടുക്കാൻ അവർക്ക് പറ്റി. കൂടാതെ തന്നെ ഇതിലത്തെ പല സ്ഥലത്തും നമുക്ക് ഒരു പടത്തിൻ്റെ ഒരു പ്രേക്ഷകനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറേ സംഭവം ഉണ്ടല്ലോ. അവിടെ എവിടെ കുറവ് വരുന്നോ അതിലൊക്കെ ഇവർക്ക് കുഞ്ഞു സംഭവങ്ങൾ ഇഷ്ടം പോലെ പടങ്ങളിലെ റെഫറൻസ് ഈ പടത്തിലുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഈ പടത്തിൽ തന്നെ കുറച്ച് ക്യാമിയോ ഗസ്റ്റ് റോൾ ഉണ്ട്. ശരിക്കും അത് ഞാൻ പേര് പറയുന്നില്ല. ആള് വരുമ്പോൾ ഉള്ളൊരു ഓറയുണ്ട്. തിയേറ്ററിൽ മൊത്തം ഒരു അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പടം അടിപൊളിയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഇതാണ് എൻ്റെ പടത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ. പിന്നെ അല്ലാണ്ട് ആസ് എ ഒരു സാധാരണ സിനിമ എന്ന രീതിയിൽ കാണാൻ പോവുകയാണെങ്കിൽ പ്രായ ആളുകൾക്ക് മേ ബി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം ഇത് കുട്ടികളൊരു തിയേറ്റർ സ്റ്റൈലാണ്. പക്ഷെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈഗോ ഉണ്ട്, ക്യാമ്പസ് ഉണ്ട്, അതുമാതിരി തന്നെ റിവഞ്ച് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ടോവിനൊക്കെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നെഗറ്റീവ്, ഒരു അമ്മ പുതപ്പ് എന്നുള്ളൊരു പാട്ടുണ്ട്. എനിക്കത് കുറച്ച് ഒരു ആപ്റ്റില്ലാന്ന് തോന്നി. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രം. പടം അടിപൊളിയാണ്. തിയേറ്ററിൽ പോയിട്ട് കാണുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടികളുടെ, അതായത് ക്യാമ്പസ് ചിത്രം എന്ന രീതിയിൽ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ ഞാനൊരു പടത്തിൻ്റെ റിവ്യൂ ഇടാൻ വിട്ടുപോയി. ദൃഢം എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടിരുന്നു. കുറച്ച് ലേറ്റായിട്ട് കണ്ടേ. സൂപ്പർ മൂവിയാണ്. നമ്മുടെ ഷൈൻ നിഗമാണ് ആക്ടർ. അവസാനത്തെ വെറും 20 മിനിറ്റ്, 10 മിനിറ്റ് പറയണു, ഞാൻ 20 മിനിറ്റ് കൂട്ടി പറഞ്ഞു മാത്രം. 20 മിനിറ്റ് ആ പടം വർത്താണ്. നല്ല രീതിയിലാണ് ആ പടം എന്താ പറയുക എൻഡ് ചെയ്യണത്. ഒരു ക്രൈം ത്രില്ലറാണ് പടം. അപ്പോൾ ആ പടവും പറ്റുവെച്ചാൽ നിങ്ങൾ കാണുക. അപ്പോൾ ഈ 2 പടവും എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റിവ്യൂ. ഇനി നമുക്ക് നാളെ നമ്മുടെ സൂര്യയുടെ പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ബൈ.